നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണെങ്കിൽ പോലും ക്രമമായോ സംഘടിതമായോ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് സർക്കാരിന് നിയന്ത്രണം ഏർപ്പെടുത്താമെന്ന് അലഹബാദ് ഹൈക്കോടതി. വല്ലപ്പോഴും നടത്തുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്തതുമായ പ്രാർത്ഥനകൾക്ക് തടസ്സമില്ലെങ്കിലും ഇത് പതിവാക്കുകയോ വലിയ തോതിൽ ആളുകൾ ഒത്തുകൂടുകയോ ചെയ്യുമ്പോൾ നിയമപരമായ നിയന്ത്രണങ്ങൾ ബാധകമാകുമെന്ന് ജസ്റ്റിസ് സരൾ ശ്രീസ്താവാസ്, ജസ്റ്റിസ് കെരിമ പ്രസാദി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. പൊതുസ്ഥലം ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വിഭാഗത്തിനോ മാത്രമായി മതപരമായ ആവശ്യങ്ങൾക്കായി സ്ഥിരമായി വിട്ടു നൽകാനാകില്ല എന്ന് കോടതി അറിയിച്ചു. പൊതുസ്ഥലങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ക്രമമായ മതപരമായ ചടങ്ങുകൾ നടത്താൻ ആർക്കും അവകാശവാദം ഉന്നയിക്കാനാകില്ല. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, സുരക്ഷ, ക്രമസമാധാനം എന്നിവ ഉറപ്പാക്കാൻ ഇത്തരമിടങ്ങൾ നിയന്ത്രണം അത്യാവശ്യമാണ്. ഒരാളുടെ സ്വകാര്യ ഇടത്തിൽ പ്രാർത്ഥനകൾ വീട്ടുകാർക്കോ അടുത്ത ബന്ധുക്കൾക്കോ മാത്രമായി പരിമിതപ്പെടുത്തുമ്പോൾ അത് ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ നൽകുന്ന സംരക്ഷണത്തിന് കീഴിൽ വരും. എന്നാൽ പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെ വലിയ തോതിൽ ആളുകൾ എത്തുമ്പോൾ അത് ഒരു പൊതു സ്വഭാവം കൈവരിക്കുന്നു. ഇത് ഗതാഗതം, ശബ്ദമലിനീകരണം, ക്രമസമാധാനം എന്നിവയെ ബാധിക്കാനിടയുള്ളതിനാൽ നിയമപരമായ നിയന്ത്രണങ്ങൾ ബാധകമായേക്കും. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക അനുമതി ആവശ്യമില്ലെന്ന് മുമ്പ് ചില വിധികൾ വന്നിട്ടുണ്ടെങ്കിലും അവ സംഘടിതമായ കൂട്ടപ്രാർത്ഥനകൾക്ക് പൂർണ്ണമായി ഇളവ് നൽകുന്നതായി വ്യാഖ്യാനിക്കരുത്, കോടതി അറിയിച്ചു. ചമ്പൽ ജില്ലയിൽ നിസ്കാരം നിർവഹിക്കാൻ സുരക്ഷയും അനുമതിയും തേടി അസീനി എന്ന വ്യക്തി നൽകിയ ഹർജി തള്ളിയാണ് കോടതി ഈ നിരീക്ഷണം നടത്തിയത്. നേരത്തെ ഈ സ്ഥലത്ത് പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രമാണ് നിസ്കാരം നടന്നിരുന്നത്. എന്നാൽ ഗ്രാമത്തിനകത്തും പുറത്തുമുള്ള ആളുകളെ പങ്കെടുപ്പിച്ച് ഇത് സ്ഥിരമാക്കാൻ ഹർജിക്കാരൻ ശ്രമിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്ന് സർക്കാർ വാദം അംഗീകരിച്ചാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്.